ഹായ് ഫ്രണ്ട്സ്, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് കണ്ടെത്തിയിരിക്കുന്നത് എറണാകുളത്ത് മുളന്തുരുത്തിയിലാണ്. മുളന്തുരുത്തി കരോട്ടെക്കുരിശിനടുത്ത് ഇഞ്ചിമലയിൽ ടാർ റോഡിനടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ 5 സെന്റ് സ്ഥലത്ത് 5 മുറികളും 6 ബാത്റൂമും അടങ്ങിയ 1500 സ്ക്വയർ ഫീറ്റ് ഒരു ഇരുനില വീടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ടാർ റോഡിൽ നിന്നും വീട്ടിലേക്ക് കടന്നു വരുന്ന വഴി താമസിയാതെ തന്നെ ഇന്റർലോക്ക് ടൈൽ വിരിക്കുന്നതായിരിക്കും. ഈ വീട് വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ചുമതില് ഗേറ്റ്, ശുദ്ധമായ വെള്ളമുള്ള കിണർ, ഇലക്ട്രിസിറ്റി, 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അങ്ങനെ ഒരു വലിയ ഫാമിലിക്ക് സുഖമായി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് പണിതിട്ടുള്ളത്. ഫ്രണ്ടിൽ 2 ഗേറ്റുകളാണ് നൽകിയിരിക്കുന്നത്. വാഹനങ്ങൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനായി ഒരു റെയിൽ മോഡൽ സ്ലൈഡിംഗ് ഗേറ്റും സെന്ററിലായി നടന്ന് കോമ്പൗണ്ടിലേക്ക് കയറുന്നതിനായി ഒരു ചെറിയ മോഡൽ ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് മുറ്റം ടൈൽ ഒന്നും തന്നെ വിരിച്ചിട്ടില്ല. വീട് വാങ്ങിക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ അഡീഷണൽ വർക്കായി ഇവർ തന്നെ വീട് വാങ്ങിക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള മെറ്റീരിയൽ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിന്റെ 2 വശങ്ങളിലായി 2 പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. പില്ലറുകളുടെ 1/4 ഭാഗത്തോളം ക്ലാഡിംഗ് ടൈലിലും ഗ്രാനൈറ്റിലും നല്ല ആകർഷകമായ രീതിയിലുള്ള ഡിസൈൻ വർക്കാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടും സിറ്റ് ഔട്ടിൻ്റെ റേസറും സൈഡ് ഭാഗവും ഡാർക്ക് ഐവറി കളർ വലിയ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ബോർഡറും സ്കേട്ടിങ്ങും സ്റ്റെപ്പിൻ്റെ ടോപ്പും ബ്രൗൺ കളർ ഗ്രാനൈറ്റ് സ്ലാബിലുമാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിക്കുവാനായി ഫ്രണ്ടിൽ നീളത്തിലുള്ള 2 സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം 11 അടിയും വീതി 34 സെൻറ്റിമീറ്ററുമാണ്. ഈ സിറ്റ് ഔട്ടിൻ്റെ വലിപ്പം 12 അടി നീളവും 5 അടി വീതിയുമാണ്. 60 സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഫ്രണ്ടിലെ ഡോറ് നല്ല നാടൻ തേക്കിലാണ് പണിതിരിക്കുന്നത്. ഇതാണ് ലിവിംഗ് ഏരിയ. ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം 10 അടി നീളവും 9.25 അടി വീതിയുമാണ്. 97.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലിവിംഗ് ഏരിയ ഉള്ളത്. ഫ്ലോറിൽ മൊത്തം ഡാർക്ക് ഐവറി കളറിൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡോട് കൂടിയ 4x2 8 സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. നേരെ കാണുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം 17 അടി നീളവും 10.25 അടി വീതിയുമാണ്. 174 സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയയുള്ളത്. ഇതാണ് സ്റ്റെയർ റൂം. സ്റ്റെയർ റൂമിൻ്റെ വലിപ്പം 9 അടി നീളവും 6 അടി വീതിയുമാണ്. 54 സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റെയർ റൂം ഉള്ളത്. ഇതാണ് സ്റ്റെയർ റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു കോമൺ ബാത്റൂം. വീട്ടിലുള്ളവർക്കും പുറത്തു നിന്ന് ഗസ്റ്റായിട്ട് വരുന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6 അടി നീളവും 4.25 അടി വീതിയുമാണ്. 25.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്. താഴെ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 10 അടി നീളവും 10 അടി വീതിയുമാണ്. 100 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളിൽ വൈറ്റ് കളറും ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലായിട്ട് ബ്രൗൺ കളറും ഗ്രേ കളറും വൈറ്റ് കളറിലുമുള്ള ഹൈലൈറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 5 അടി നീളവും 4.5 അടി വീതിയുമാണ്. 22.5 സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത്. ബാത്റൂമിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം 5 അടി നീളവും 3.25 അടി വീതിയുമാണ്. 16 സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 10 അടി നീളവും 8 അടി വീതിയുമാണ്. 80 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്.
ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. വാളില് വൈറ്റ് കളറും ഡാർക്ക് ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാളിൻ്റെ സെൻറ്ററിലായിട്ട് 6 ലെയറുകളിലായിട്ട് ബ്രൗൺ കളർ ടൈലിൽ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6 അടി നീളവും 4 അടി വീതിയുമാണ്. 24 സ്ക്വയർ ഫീറ്റാണ് ബാത്റൂം ഉള്ളത്. ഇതാണ് അടുക്കള. ഗ്ലാസിലും വുഡിലും നല്ലൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലാബിൻ്റെ നേരെ മുകളിലായിട്ട് എൽ ഷേപ്പിൽ ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കബോർഡ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ വാങ്ങിക്കുന്നവരുടെ ഇഷ്ടത്തിന് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഏത് മെറ്റീരിയലിലും കബോർഡ് വർക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. സ്ലാബിലാണെങ്കിൽ നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ അടുക്കളയുടെ വലിപ്പം 10.5 അടി നീളവും 8.25 അടി വീതിയുമാണ്. 86.5 സ്ക്വയർ ഫീറ്റാണ് അടുക്കളയുള്ളത്. ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള വർക്ക് ഏരിയ. ഇവിടെയും ഒരു സ്ലാബും സിങ്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലൊരു ബെർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയുടെ വലിപ്പം 8.25 അടി നീളവും 5.25 അടി വീതിയുമാണ്. 47.5 സ്ക്വയർ ഫീറ്റാണ് വർക്ക് ഏരിയ ഉള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ്. ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്രൗൺ കളർ സ്റ്റെപ്പ് ടൈലും ബാക്കി വരുന്ന റേസറും സൈഡ് ഭാഗങ്ങളുമൊക്കെ മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം കളർ ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡിലെ ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ നീളം 90 സെൻറ്റിമീറ്ററും വീതി 25 സെൻറ്റിമീറ്ററുമാണ്. സ്റ്റെയറിൽ മൊത്തം 19 സ്റ്റെപ്പുകളാണുള്ളത്. കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം 10.25 അടി നീളവും 10.25 അടി വീതിയുമാണ്. 110 സ്ക്വയർ ഫീറ്റാണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത്. ഈ അപ്പർ ലിവിങ് ഏരിയയ്ക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. വാളില് വൈറ്റ് കളറും ഡാർക്ക് ഗ്രേ കളറും ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കോമൺ ബാത്റൂമിൻ്റെ വലിപ്പം 7 അടി നീളവും 4.25 അടി വീതിയുമാണ്. 30 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 10 അടി നീളവും 9.5 അടി വീതിയുമാണ്. 95 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിലേക്ക് കടന്നു വരുന്നത് ഒരു ചെറിയ പാസേജിലേക്കാണ്. ഇതാണ് പാസേജ്. ഈ പാസേജിൻ്റെ വലിപ്പം 5 അടി നീളവും 3.25 അടി വീതിയുമാണ്. 16 സ്ക്വയർ ഫീറ്റാണ് പാസേജ് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6 അടി നീളവും 4.25 അടി വീതിയുമാണ്. 25.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 9.25 അടി നീളവും 8 അടി വീതിയുമാണ്. 78 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. വീടിൻ്റെ എല്ലാ മുറികളിലും പകൽ സമയത്ത് ലൈറ്റ് ഇടാതെ തന്നെ നല്ല വെട്ടവും വെളിച്ചവും കിട്ടുന്ന, കൂടാതെ നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിലാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് ബ്ലൂ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6 അടി നീളവും 4 അടി വീതിയുമാണ്. 24 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇപ്പോൾ കണ്ട 4 അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടാതെ ഒരു മുറി കൂടി ഈ വീട്ടിലുണ്ട്. ഈ മുറിക്ക് പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. ഈ റൂം ഉപയോഗിക്കുന്നവർക്ക് അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള കോമൺ ബാത്റൂം ഉപയോഗിക്കാവുന്നതാണ്. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 10 അടി നീളവും 9.25 അടി വീതിയുമാണ്. 97.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ റൂമിനോട് ചേർന്ന് തന്നെയാണ് ഒരു ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. ഈ ബാൽക്കണിയുടെ വലിപ്പം 11 അടി നീളവും 5.25 അടി വീതിയുമാണ്. 57.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബാൽക്കണി ഉള്ളത്. സൈഡിൽ മൊത്തം ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാൽക്കണിയുടെ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഇറങ്ങുന്നത് ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ്. ഈ ഏരിയ നല്ല ആകർഷകമായ രീതിയിൽ ഡ്രസ് വർക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ചെറിയ ഒരു മീറ്റിംഗ് നടത്താനും കൂടാതെ
കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പുറത്ത് കാറ്റുകൊള്ളുന്നതിനും സംസാരിച്ചിരിക്കാനും പറ്റുന്ന രീതിയിൽ ഈ ബാൽക്കണിയുടെ ഭാഗമാക്കി തന്നെ മാറ്റാവുന്നതാണ്. ഈ ഓപ്പൺ ഏരിയയിൽ നിന്നും ബാൽക്കണിയിലൂടെ അല്ലാതെ ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് നിന്നും അപ്പർ ലിവിങ് ഏരിയയിലേക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് തന്നെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം 18 അടി നീളവും 11.5 അടി വീതിയുമാണ്. 207 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഓപ്പൺ ഏരിയയുള്ളത്. ഇനി നമുക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വീടിന്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം. ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന വീതിയുള്ള വഴിയിൽ 5 സെന്റിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ പുതിയ 5 BHK 1500 സ്ക്വയർ ഫീറ്റ് വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 60 ലക്ഷം രൂപയാണ്. റേറ്റ് നെഗോഷിയബിൾ ആണ്. വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് വീട് കണ്ട് ഓണറുമായി സംസാരിച്ച് നല്ലൊരു ഡീലിലെത്താവുന്നതാണ്. ഇവിടെ കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപ്രകാരം ഒരു കിണർ താഴ്ത്തിയിട്ടുണ്ട്. കിണറിനോട് ചേർന്ന് തന്നെയാണ് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള മോട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഏരിയയാണ്. ഇവിടെ നീളത്തിൽ നല്ലൊരു വർക്ക് ഏരിയ പണിയാനുള്ള സൗകര്യമുണ്ട്. വേണമെങ്കിൽ ഇവിടെ വർക്ക് ഏരിയ പണിയാവുന്നതാണ്. ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് 14 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 9.5 കിലോമീറ്ററും മുളന്തുരുത്തി പള്ളിത്താഴത്തേക്ക് 1.25 കിലോമീറ്ററും നടക്കാവിലേക്ക് 3.5 കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് 8 കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് 9 കിലോമീറ്ററും പിറവത്തേക്ക് 9 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 4 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 6 കിലോമീറ്ററും SN മെട്രോ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് 9 കിലോമീറ്ററും ഇരുമ്പനം ജംഗ്ഷനിലേക്ക് 8.5 കിലോമീറ്ററും കാക്കനാടേക്ക് 16 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 13 കിലോമീറ്ററും തേവരയിലേക്ക് 16 കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത്. മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്നും 1.25 കിലോമീറ്ററാണ് ദൂരമുള്ളത്. കുരിക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത്. ഇവിടെ നിന്നും മുളന്തുരുത്തി മാർക്കറ്റിലേക്ക് 850 മീറ്ററാണ് ദൂരമുള്ളത്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ബാങ്കിൽ പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും. വീട് നേരിട്ട് വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്പർ ആഡ് ചെയ്തേക്കാം. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.